എല്ലാവർക്കും നമസ്കാരം. യു ക്യാൻ ഡു ചാനലിൻ്റെ കുക്കിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൽ ഒഴിച്ചുണ്ണുന്നതിനുള്ളൊരു കറിയാണ്. ചക്കക്കുരുവും ചീരയും ഉപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതൊരു 35 ചക്കക്കുരു ഞാൻ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറുത്ത തൊലി കളഞ്ഞിട്ടില്ല. തൊലി ഉള്ളത് നല്ല ഗുണമാണെന്നാണ് പറയുന്നത്. പിന്നെ 1.5 കപ്പ് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 7 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലാണ് നമ്മൾ ചക്കക്കുരു വേവിക്കാൻ പോകുന്നത്. ചക്കക്കുരു ഞാൻ കുക്കറിലേക്ക് ഇടുന്നു. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമ്മൾ എടുത്തു വെച്ച 7 പച്ചമുളകിലെ കീറി വെച്ച പച്ചമുളക് അതിലേക്ക് ഇടുന്നു. ഈ ചക്കക്കുരു വേവാൻ ആവശ്യമായ ഉപ്പ്, അത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. എൻ്റെ കയ്യിലുള്ളത് 1/4 ടീസ്പൂണിൻ്റെ അളവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇനി ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിക്കുക. നിറയ്ക്കുക വെള്ളം ഒഴിക്കുക. ഇനി ഇത് നമ്മൾ മൂടി വേവിക്കുക. 4 വിസിൽ വേണം. 4 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫാക്കി ഇടുക. പിന്നെ ആ പ്രഷറിലിരുന്ന് വേവണം. അത് പ്രഷർ പോയി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. ചക്കക്കുരു വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരവ് തയ്യാറാക്കാം. ഞാൻ ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇടുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ചക്കക്കുരു 4 വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. തുറക്കാനായിട്ടുണ്ട്. കറിക്ക് വേണ്ട അരവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചീര റെഡിയാക്കാം. ഞാൻ അടുപ്പ് കത്തിച്ച് ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ. അരിഞ്ഞ് ചീരയില്ലേ, ആ ചീര ഇതിലേക്ക് ഇടണം. ഇനി ഈ ചീര നമ്മളിതിൽ വാട്ടിയെടുക്കണം. കണ്ടില്ല, ഞാൻ ഒരു ആ കപ്പിൽ നിറച്ച് ചീര ഉണ്ടായിരുന്നു. ചൂടായപ്പോൾ കണ്ടോ, അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മുരിങ്ങയിലയും ചക്കക്കുരു ഉണ്ടാക്കാറുണ്ട് സാധാരണ. അപ്പോഴുണ്ടാക്കുമ്പോഴും ഇതേപോലെ മുരിങ്ങയില എണ്ണയിൽ വാട്ടിയിട്ടിടുകയാണെങ്കിൽ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ചക്കക്കുരു വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ മുരിങ്ങയില ചേർത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് മുരിങ്ങയില ഇതേപോലെ എണ്ണയിൽ വാട്ടിയിട്ട് ചേർക്കുന്നത്. വേറൊരു ടേസ്റ്റാണ് അപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീര റെഡിയായി കഴിഞ്ഞു. ഈ ചീരയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ്. ഇനി ഇത് നമ്മളിങ്ങനെ ഇളക്കി ചൂടാക്കണം. നന്നായിട്ട് അരവ് പിന്നെ ചീരയിൽ കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരണം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ ചക്കക്കുരു വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ചീരയിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചീരയില്ലേ, അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി ഈ ചക്കക്കുരു നമുക്ക് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇടയ്ക്ക് ഒരു 1-2 ചക്കക്കുരു കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ്. മൊത്തം ഉടച്ച് കളയണ്ട. ഇനി ഇത് നമുക്ക് ചീരയിലേക്ക് ഒഴിക്കാം. നോക്കിക്കേ, ചക്കക്കുരുവും ചീരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ചാറ് ലേശം കട്ടിയിലാണുള്ളത്. ചാറ് നല്ല കട്ടിയിലാണുള്ളത്. കുറച്ചുകൂടി നമുക്കൊന്ന് ലൂസാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഓരോരുത്തർക്കും അവരവരുടെ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകും. അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ ഒഴിക്കുകയാണ് വെള്ളം. ഉപ്പൊന്ന് നോക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ചൂടാവണം. ഒരുപാട് തിളയ്ക്കണ്ട. നമ്മൾ അരവ് നന്നായിട്ട് ചൂടാക്കിയതാണ്. ചീര വെന്തതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് നന്നായി ഇളക്കി ചൂടാക്കുക. ഇതിനൊക്കെ നമ്മൾ പച്ചമുളക് ഇതിനകത്ത് അരിഞ്ഞാണ് ഇട്ടത്. കാന്താരി മുളകാണെങ്കിൽ ഇതിൽ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കാന്താരി എനിക്കില്ല, പോയി, എല്ലാം പറിച്ച് തീർന്നു. ഇനി മറ്റേ പച്ചമുളക് അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു വേവിച്ചപ്പോൾ അതിനകത്ത് അരിഞ്ഞ് ചേർത്തത്. ഇനി ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു, കണ്ടില്ലേ.
ഒരുപാട് തിളയ്ക്കേണ്ട. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കടുക് ഇടുകയാണ്. ഇതിലേക്കൊരു 3 മുളക് മുറിച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 4 ചെറിയ വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് ചേർക്കുകയാണ്. വെളുത്തുള്ളി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്കൊരു കുറച്ച് നിറം കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ള് മുളക് പൊടി ചേർക്കുകയാണ്. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുകയാണ്. നല്ല അടിപൊളി ചക്കക്കുരു ചീര കറി റെഡിയായി. ആ വെളുത്തുള്ളി അങ്ങോട്ട് മൂപ്പിച്ചപ്പോൾ എന്ത് നല്ല മണമാണെന്നറിയോ. നല്ല സൂപ്പർ മണമാണ്. വേഗം ഉണ്ടാവും. നമുക്ക് ചക്കക്കുരു വേവുന്ന സമയം മാത്രം, അത് നന്നാക്കാനൊക്കെ എടുക്കുന്ന സമയം മാത്രമേ പോവുള്ളൂ. കറി നമുക്ക് എളുപ്പത്തിൽ റെഡിയാവും. ചീരയൊന്നും വേവാൻ അധികം നേരം വേണ്ടല്ലോ. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ചീര കറി റെഡിയായി കഴിഞ്ഞു. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വിറ്റാമിനൊക്കെ ചീരയൊക്കെ ചേരുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. പിന്നെ ചക്കക്കുരു ആണെങ്കിൽ നമ്മൾ കരുത്ത തൊലി കളയാതല്ലേ വെച്ചത്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ കഴിയും. യു ക്യാൻ ഡു. താങ്ക് യു.